നമ്മളെല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ട്രോള് എന്ന് പറയുന്നത്. ഏതൊരു വീഡിയോ കാണുമ്പോഴേക്കും, ഒരു വീഡിയോയിൽ ഒരു പ്രഭാഷകന്റെ വീഡിയോ ആണെങ്കിൽ ആ പ്രഭാഷണത്തിലുള്ള ഓരോ വരിയിലും വരുന്ന ഭാഗപ്പിഴവുകൾ, അല്ലെങ്കിൽ ഒരു ബുർദ പാടുന്ന ഒരു ഉസ്താദിൻ്റെതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന കുട്ടിയുടേതാണെങ്കിലും, അല്ലെങ്കിൽ നന്മ പറയുന്ന കുറേ അവതാരകന്മാരുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ. അതിൽ വരുന്ന ഓരോ പാകപ്പിഴവുകളും കണ്ടിട്ട് അതിനെ ട്രോളാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ ട്രോളി ജീവിക്കാതെ, ട്രോളിയിട്ട് ജീവിതം തീർക്കാതെ, അവരുടെ തെറ്റുകൾ മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട രൂപത്തിൽ, നല്ല രൂപത്തിൽ പ്രതികരിക്കുക എന്നല്ലാതെ തെറി വിളിച്ചിട്ടും, അല്ലെങ്കിൽ പല കോലത്തിലായിട്ട് പല കാര്യങ്ങൾ അതിലില്ലാത്തത് അതിലേക്ക് കൂട്ടിയിട്ടും ആഡ് ചെയ്തും ഒക്കെ ട്രോളുന്നത് എത്ര ഭയാനകമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് എല്ലാ ആളുകളിലേക്കും എത്തിയ ഒരു സംഗതിയാണ് നാലഞ്ച് ഉസ്താദുമാർ പാടിയ ആ പാട്ടിൽ വന്ന ഒരു കല്യാണ വേദിയിൽ പോയിട്ട് പാടിയതാണ്. പക്ഷെ അതിൽ അറിയാതെ വന്ന പാകപ്പിഴവുകളാണ്. എങ്കിൽ പോലും നമ്മൾ അതൊന്നും മനസ്സിലാക്കിയിട്ട്, അത് കഴിഞ്ഞു, എതിരെ പറയാനുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും അതിനെ വിടാതെ അതിനെ മറ്റൊരു രൂപത്തിലാക്കി വീണ്ടും ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ജീവിതം തുടങ്ങിയതാണ്. കല്യാണ വീടുകളുടെ വരനും വധുവും ഒരു പുതു ജീവിതം തുടങ്ങിയതാണ്. ഒരു ആശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ട്രോളന്മാരിൽ നിന്നുള്ള ഈ ട്രോളുകൾ നിർത്തേണ്ടതുണ്ട്. ഈ ട്രോളി കഴിയുമ്പോൾ, ഈ ട്രോളുന്ന ഓരോ വീഡിയോകളും അവരുടെ കുടുംബക്കാർ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ കൂട്ടുകാർ കാണുമ്പോൾ, ഇതെല്ലാം അവരിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ട്രോളിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഓരോ ട്രോള് കഴിയുമ്പോഴും, ഓരോ വീഡിയോയിൽ വന്ന പാകപ്പിഴവുകൾ ട്രോളി വിട്ടതിന് ശേഷം അവർ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു വീഡിയോ കിട്ടുമോ എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുക, അടുത്ത ട്രോള് വിടാൻ വേണ്ടിയിട്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഇനി ആ ട്രോള് നിർത്തിയിട്ട് നന്മ പറഞ്ഞ് ആ ട്രോളുന്ന വീഡിയോയെ നല്ല രൂപത്തിലാക്കിയിട്ട്, വേണ്ടത് നല്ല രൂപത്തിൽ അതിനെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.